സ്റ്റാർട്ട് ചെയ്യുക, അത് വളരെയധികം സക്സസ്ഫുൾ ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാന്നുള്ളത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, കുറച്ച് റിസ്കി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ഇരിക്കെ 1969 സൈക്കിളിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു സംരംഭം ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ ഉടനീളം വ്യാപിച്ച് അത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിട്ട് മാറിയിരിക്കുകയാണ്. സോ അവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്കാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. Yes, so I was talking about KR Bakes Private Limited. നമുക്ക് എല്ലാവർക്കും വളരെയധികം പ്രിയങ്കരമായിട്ടുള്ള ഒരു ബ്രാൻഡായിട്ട് മാറിയിരിക്കുകയാണ് KR. കാരണം ഒരുപാട് വ്യത്യസ്തമായ ഐറ്റംസും എല്ലാം നമ്മൾ എന്തായാലും ഏതെങ്കിലുമൊക്കെ ഐറ്റംസ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടാകും ഫോർ ഷുവർ. KR ബാലൻ എന്ന വ്യക്തി സ്റ്റാർട്ട് ചെയ്ത ഒരു സംരംഭമാണ് ഇപ്പൊ ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ മൊത്തം ഇങ്ങനെ വ്യാപിച്ച് സ്പ്രെഡ് ആയിട്ട് നിൽക്കുകയാണ്. സോ ഒട്ടും വൈകാതെ നമുക്ക് നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ കയറിയിട്ട് ലെറ്റ്സ് ഗോ ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ഇൻസൈഡ്. യെസ്, യെസ്. സോ നമ്മുടെ KR ബേക്സിന്റെ കേക്ക്സ് ആൻഡ് പേസ്ട്രീസ് റൂം, നമ്മുടെ കേക്ക്സിന്റെ മേക്കിംഗ് ആ ഒരു സെക്ഷനിലേക്കാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. സോ കുറെ ഡിലീഷ്യസ് ആയിട്ടുള്ള യമ്മി കേക്ക്സ് ഒക്കെ അവിടെ നമുക്ക് വേണ്ടി ലൈവായിട്ട് ഉണ്ടാക്കി നൽകുന്നതായിരിക്കും. സോ ലെറ്റ്സ് ഗോ ആൻഡ് വാച്ച്. യെസ്. സോ ഇന്ന് നമുക്ക് കേക്ക്സിന്റെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു മായ ലോകത്ത് ഇവിടെ നമുക്ക് വേണ്ടി കേക്ക്സ് ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഉള്ളത് നമ്മുടെ KR ബേക്സിന്റെ കേക്ക്സ് ആൻഡ് പേസ്ട്രിയുടെ ഹെഡ് ഷെഫ് ആയിട്ടുള്ള ഷെഫ് സൻസനാണ്. ഹലോ സർ. അപ്പോ ഇന്ന് നമുക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ കേക്ക് ആണല്ലോ ഇവിടെ ഉണ്ടാക്കുന്നത്, റെയിൻബോ. അതായത് നമ്മള് കുറച്ച് നാളെ ആയിട്ടുള്ളൂ അത് ട്രെൻഡിങ് ആയിട്ട് നമ്മള് കേക്ക്സിൽ എന്തൊക്കെ വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാം, യുണീക്ക് ആയിട്ട് എന്തൊക്കെ അല്ലെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള രീതിയിൽ ഓരോരുത്തർ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു റെയിൻബോ കേക്ക് എന്നുള്ള ഒരു പുതിയൊരു കേക്ക് വന്നത് കുറച്ച് നാൾ മുമ്പ്. സോ ആ ഒരു കേക്ക് ആണല്ലേ ഭയങ്കര കാണുമ്പോൾ തന്നെ നല്ല കളർഫുൾ ആയിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ അല്ലെ, നമുക്ക് പ്രോസസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെയിൻബോ കേക്ക് ആണ് നമുക്ക് വേണ്ടി ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഏറ്റവും ഒരു ഫൗണ്ടേഷൻ ബേസിക് ആയിട്ടുള്ള കാര്യം വരുന്നത് അല്ലെ, നമ്മള് ഷുഗർ സിറപ്പ് ആഡ് ചെയ്തിട്ടാണ് എല്ലാ കേക്ക്സും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ബാക്കിയുള്ള കേക്ക്സ് പോലെ അല്ല, റെയിൻബോ കേക്ക് എന്ന് പറഞ്ഞാല് ഒരു എല്ലാ കളർഫുൾ ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണ്. എല്ലാ കളേഴ്സും ഇവിടെ ഉണ്ട്, ഒരു 6 കളേഴ്സ് ഉണ്ട് നമുക്ക് വേണ്ടി. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയാണോ നമ്മുടെ ഈ സിമെന്റ് ഒക്കെ ചെയ്യില്ല, ആ ഒരു സെറ്റപ്പ് തന്നെയാണ് അല്ലേ? സിമെന്റ് അല്ല, കേക്കാണ്. യെസ്. സോ അങ്ങനെ നമ്മുടെ റെയിൻബോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി കേക്ക് തന്നെയാണ്. അപ്പൊ നമുക്ക് ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് സർ ഇവിടെ യൂസ് ചെയ്യുന്നത്? ഇവിടെ ഇപ്പൊ നമ്മള് ഫ്രൂട്ട് ഫില്ലിങ് 2 ഫില്ലിംഗ് ഉണ്ട്. അതിൽ ഉള്ളിൽ കൊടുക്കുന്നത് സ്ട്രോബെറിയുടെ ഫില്ലിംഗ് ആണ്, ടോപ്പിംഗ് കൊടുക്കുന്ന ഫ്രൂട്ട് ഫില്ലിംഗ് ആണ്. ഇത് നോക്കിക്കോ, പൊട്ടാസിന്റെ നല്ലൊരു ബ്രാൻഡഡ് കമ്പനി യൂസ് ചെയ്യുന്നത്. അതായത് റിയൽ ഫ്രൂട്ടിൽ നിന്ന് എടുക്കുന്നത് സ്ട്രോബെറിയുടെ. നമ്മൾ കൊടുക്കുന്ന ഫില്ലിങ്ങും ഫ്രൂട്ടിന്റെ ആണ്. അപ്പൊ ടോപ്പ് ഫില്ലിങ്ങിനകത്ത് ഫ്രൂട്ടിന്റെ മിക്സിംഗ് ഉണ്ടാവും, അത് അരച്ചിട്ടാണ് അത് ഇട്ട് തരുന്നവര്. അത് നമ്മൾ കൊടുക്കും ടോപ്പിംഗ്, ഉള്ളിൽ ഇത് കൊടുക്കും, ക്രീം ഫിനിഷ് ചെയ്യും. ഫൈനൽ ടച്ച് ആണ്. ഗാർണിഷ് വെക്കുക.
KR ബേക്സിന്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വൺ ഓഫ് ദി പോപ്പുലർ കേക്ക്സ് ആയിട്ടുള്ള ബെൽജിയം ചോക്ലേറ്റ് കേക്കിന്റെ ആ ഒരു മേക്കിംഗ് പ്രോസസ്സിലൂടെയൊക്കെയാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അല്ലേ. ഇത് ഡാർക്ക് കോമ്പൗണ്ട് ഉള്ളിൽ കൊടുക്കാൻ കാരണം ഇത് സെറ്റ് ആവണം. രണ്ടാമത് കൊടുത്തില്ല ഡാർക്ക് കോമ്പൗണ്ട്, അത് പെട്ടെന്ന് സെറ്റ് ആവും. സെറ്റ് ആയി കഴിഞ്ഞ് ഇത് കഴിക്കേണ്ട രീതി എന്ന് വെച്ചാൽ കട്ട് ചെയ്തിട്ട് മൈക്രോവേവിൽ 2-3 സെക്കൻഡ് മെൽറ്റ് ചെയ്യണം, ചൂടാക്കണം. ചൂടാക്കി കഴിയുമ്പോൾ ആ കോമ്പൗണ്ട് മെൽറ്റ് ആവും. അതിനുശേഷം ഒരു ഐസ്ക്രീം മേലെ വെച്ചിട്ടാണ് കഴിക്കേണ്ടത്. അപ്പോ നമ്മുടെ KR ബേക്സിന്റെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ബെൽജിയം ചോക്ലേറ്റ് കേക്ക് ഇപ്പൊ റെഡി ആയിട്ടിരിക്കുകയാണ്. സോ നമ്മുടെ സർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗോൾഡിന്റെ ഫുഡ് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മള് റിയൽ ആയിട്ടുള്ള യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ, ഗോൾഡ് യൂസ് ചെയ്തിട്ടുണ്ട്. 24 ക്യാരറ്റിന്റെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലെ. കാരണം സ്റ്റാർട്ട് ചെയ്തപ്പോ മുതൽ ഞാൻ ഇങ്ങനെ എപ്പോഴാണ് ആ ഒരു കട്ട് ചെയ്യാനുള്ള ടൈം എന്ന് നോക്കി നിൽക്കായിരുന്നു. സോ ഫൈനലി ദി മൊമെന്റ് ഹാസ് അറൈവ്ഡ്. സോ ലെറ്റ്സ് ബിഗിൻ. ഓൾ ലേയേഴ്സ് നമുക്ക് ചോക്ലേറ്റ് ആണ്, ഫുൾ ചോക്ലേറ്റ് ഓവർലേറ്റഡ് കേക്ക് ആണ്. സോ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പൊ അതായത് ഈ ഒരു കേക്ക് കഴിച്ചു കഴിയുമ്പോഴേക്കും കറക്റ്റ് ആയിട്ട് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത് വൺ ഓഫ് ദി ബെസ്റ്റ്, അതായത് KRന്റെ ഏറ്റവും ബെസ്റ്റ് കേക്ക്സ് എന്ന് പറഞ്ഞത്. കാരണം അത്രയും ചോക്ലേറ്റിന്റെ ആ ഒരു ടേസ്റ്റും ആൻഡ് ഓൾസോ നമ്മുടെ ഈ ഒരു മുകളിൽ നമ്മൾ ഗാർണിഷ് ചെയ്ത ഒരു ചോക്ലേറ്റ് ഫ്ലെക്സ് അല്ലെ, അതിന്റെ ഒരു ചെറിയൊരു ഒരു ബൈറ്റ് അത് കിട്ടിയിട്ട് മൊത്തത്തില് നല്ല എന്താ പറയാ ജ്യൂസിയാണ്. പിന്നെ നേരത്തെ ഷെഫ് പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു മെൽറ്റ് ആവുന്ന പറയാം കുറച്ച് ദിവസം. അപ്പൊ അങ്ങനെ എല്ലാ രീതിയിലും ഇറ്റ്സ് ലൈക്ക് എ ട്രീറ്റ് ടു ഓൾ അവർ മൗത്ത്. യെസ്, അപ്പൊ നമ്മുടെ നല്ല അടിപൊളി കേക്ക് ഒക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പോവാൻ പോകുന്ന നമുക്കറിയാം KR ബേക്സിന്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, കുറെ ഡിഷസ് ഉണ്ട്. ഇപ്പൊ ഞാൻ എത്തിയിരിക്കുന്ന ഇവരുടെ പ്ലം കേക്കും ഒപ്പം തന്നെ ബാക്കി കുക്കീസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ചെയ്യുന്ന പ്രൊഡക്ഷൻ യൂണിറ്റിലാണ്. ഇവിടെ കയറിയപ്പോ തന്നെ അത്യാവശ്യം നല്ല സ്മെല്ലാണ്. കാരണം നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയും, കാരണം ഈവൻ വിശക്കാത്ത ആൾക്കാരാണെങ്കിൽ പോലും ഈ ഒരു സ്മെല്ല് കേൾക്കുമ്പോൾ നമുക്ക് അത് എടുത്ത് കഴിക്കാൻ തോന്നും. അങ്ങനത്തെ ഒരു ടെൻഡൻസി വരുന്ന രീതിയിലുള്ള നല്ല അത്രയും പ്ലസന്റ് ആയിട്ടുള്ള അടിപൊളി സ്മെല്ലാണ്. അപ്പൊ വിത്തൗട്ട് എനി ഫർദർ ഡിലേ നമുക്ക് നോക്കാം.